ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗുരുതര പരാമർശങ്ങളുമായി ബന്ധുവും അഭിഭാഷകനുമായ അനിൽ പി നായർ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് രേഖപ്പെടുത്തിയിരുന്നു. രക്തക്കറയുള്ളത് പോലീസ് സർജൻ മറച്ചുവെച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തട്ടിക്കൂട്ടിയതെന്നും റിപ്പോർട്ട് ആത്മഹത്യ എന്നതിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിൻ്റെയോ പരാമർശങ്ങളില്ല. നവീൻ ബാബു ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ ജനം ഡിബേറ്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. വളരെ റിലവൻ്റായ ഒരു പോയിന്റിലേക്കാണ്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു. ആ ഒരു ഭാഗം ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? ഇന്റേണലോ എക്സ്റ്റേണലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് യൂസ് ചെയ്യപ്പെടുകയോ ബ്ലഡ് മനുഷ്യ ശരീരത്തിന് പുറത്തേക്ക് വരുമോ? ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ എന്നത്തേക്കുമായി അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുന്, നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ബന്ധുവും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് അനിൽ പി നായർ ജനം ഡിബേറ്റിൽ വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യ എന്നതിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ് ലക്ഷ്യം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വിവരങ്ങൾ. നിഖില, ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ, ഈ അടിവസ്ത്രത്തിൽ രക്തം പുരണ്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ഇന്നലെ ജനം ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ബന്ധുവും അഭിഭാഷകനുമായ അനിൽ പി നായർ ഗുരുതര പരാമർശമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. തുടർന്നുള്ള അന്വേഷണങ്ങളിലൊന്നും ഈ രക്തക്കറ കണ്ടതിനെപ്പറ്റി പരാമർശങ്ങളോ അത് പരിശോധിക്കുന്നതിനുള്ള നടപടികളോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ള ആരോപണമായിരുന്നു, ഗുരുതര വെളിപ്പെടുത്തലായിരുന്നു അനിൽ പി നായർ ജനം ഡിബേറ്റിൽ നടത്തിയത്. ഈ രക്തക്കറ നവീൻ ബാബു ധരിച്ചിരുന്ന മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിരുന്നു. പക്ഷേ ഈ രക്തം എങ്ങനെ പുറത്തു വന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു പരാമർശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് തൂങ്ങിമരണമാണെന്ന് സ്ഥിരീകരിക്കുന്ന കാര്യമായിരുന്നു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിക്കുകളൊന്നും തന്നെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ആന്തരികമോ ബാഹ്യമോ ആയ യാതൊരുവിധ ക്ഷതങ്ങളോ പരിക്കുകളോ മുറിവുകളോ ഈ മൃതദേഹത്തിൽ ഇല്ല എന്നുള്ള അത് വ്യക്തമാക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരികമോ ബാഹ്യമോ ആയിട്ടുള്ള മുറിവുകൾ ഇല്ലെങ്കിൽ, പരിക്കുകൾ ഇല്ലെങ്കിൽ എങ്ങനെ രക്തം പുറത്തു വരും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള യാതൊരുവിധ പരിശോധനകളും മറ്റുമൊന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. നേരത്തെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുമായി ചേർത്ത് വെച്ചുകൊണ്ട് ബാഹ്യമായിട്ടുള്ള മൃതശരീരം പരിശോധന നടത്തി ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി പോലീസ് നടത്തിയിരിക്കുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ചേർത്ത് വെച്ചുകൊണ്ട് വേണം പോസ്റ്റ്മോർട്ടം നടത്താൻ എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെ പറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യാതൊരുവിധ പരാമർശവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുമ്പോൾ ഈ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർമാർ അത് ആവശ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടതായോ അല്ലെങ്കിൽ ഈ വസ്ത്രങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റി ഒന്നുമുള്ള പരാമർശങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാന വസ്തുതയായിട്ട് എടുത്തു കാണിക്കേണ്ടതാണ്. അത് അനിൽ പി നായർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ആന്തരിക ബാഹ്യമായിട്ടുള്ള പരിക്കുകൾ, മുറിവുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. ഈ അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുന്നതിന് വേണ്ടി സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള വസ്തുത. ഈ പരിശോധനകൾ നടത്തി പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി അന്വേഷണത്തിൽ അത് കൃത്യമായി തന്നെ നിർണായകമായിട്ടുള്ള വസ്തുതകളായി മാറേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും കടക്കാതെ നവീൻ ബാബുവിന്റെ ശരീരത്തിൽ കണ്ടെത്തിയിരിക്കുന്ന മുറിവുകൾ, അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം, അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യാതൊരുവിധ പരിക്കുകളോ മുറിവുകളോ സംബന്ധിച്ചിട്ടുള്ള എന്നുള്ള വിലയിരുത്തലിലേക്ക്, അനുമാനത്തിലേക്ക് എത്തിക്കൊണ്ട് അത് സംബന്ധിച്ച അന്വേഷണം അവിടെ അവസാനിപ്പിക്കുന്നതിനുള്ള
ഒരു ഗൂഢ നീക്കമാണ്, തന്ത്രമാണ്, ശ്രമമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഇന്നലെ ജനൻ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഗുരുതര ആരോപണമായിട്ട് അനിൽ പി നായർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. കുടുംബത്തിന്റെ ആശങ്കകൾ, കുടുംബം മുന്നോട്ട് വെക്കുന്ന പലതരത്തിലുള്ള സംശയങ്ങൾ, ഇതൊക്കെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ളതിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കുടുംബം ആശങ്കയുമായി മുന്നോട്ട് വന്നിരുന്നത് ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം കാര്യക്ഷമമാകും എന്നുള്ളതായിരുന്നു കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട സംശയം, പ്രധാനപ്പെട്ട ആശങ്ക. ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത്, അട്ടിമറി ഉണ്ടാകുമെന്ന് കുടുംബം ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഒപ്പം ഇൻക്വസ്റ്റ് സമയത്ത് കുടുംബത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തതിനെ സംബന്ധിച്ച് കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ കുടുംബത്തിന്റെ ആശങ്കകളെല്ലാം ബലപ്പെടുത്തുന്നു. നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പൊരുത്തക്കേട്. ഒക്ടോബർ 15 കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശങ്ങളില്ല. നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ ജനം ടിവിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.